My dear students, today we are dealing with one of the popular lyric poem, Imagine, written by the famous poet and musician John Lennon. First of all, we have to know about the poet itself. John Lennon, he was an iconic Englishman. He born in 1940, but he tragically passed away in 1980 at the age of 40. About his early life, he was born to Julia and Alfred Lennon. Alfred Lennon was a fisherman. Later, his parents separated, and during his childhood, he spent with his uncle and aunt, Mimi and George. His musical journey starts at the age of 12. So he was inspired by the name Beatles. He joined that company, and later we can see his rising of his career as a musician. He later joined Brian Epstein in 1961, and then later he joined the Cavern Club, and he later became a part of Ringo Starr and George Martin. Okay, they were also famous musicians, dramatists, sorry, not dramatists, drummers, etc. So he is a part of that people. And current poem, Imagine, it's a beautiful lyric poem. And here this poem examines, divided the people into three realms. That is the religion, country, possession. He wants the readers to please imagine if you those three things did not exist in our life. So basically, what he said is the poem is divided into five stanzas. Okay, five stanzas, including two refrain. Refrain means കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ ഫീൽ ചെയ്യുന്ന വരികൾ ഉണ്ടാകുന്നതിന് നമ്മൾ റെഫ്രൈൻ എന്ന് പറയും. അന്നേരം ഇതിൻ്റെ അകത്ത് തേർഡ് സ്റ്റാൻസയും ഫിഫ്ത്ത് സ്റ്റാൻസയും ഒരേപോലുള്ള വരികൾ വരുന്നുണ്ട്, വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ അതുൾപ്പെടെ നമുക്ക് അഞ്ച് സ്റ്റാൻസുകളാണുള്ളത്. ഈ അഞ്ച് സ്റ്റാൻസുകളിലായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളിലാണ് അദ്ദേഹം ഈ പോയം അവതരിപ്പിച്ചിരിക്കുന്നത്. പോയത്തിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ഭൂമിയിൽ സ്വർഗമൊന്നൊന്നില്ല, നരകമൊന്നൊന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ജീവിക്കുക? ഈ ഭൂമിയിൽ രാജ്യങ്ങൾക്ക് അതിർത്തികളില്ല. ഇപ്പോ അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ മതങ്ങളില്ല എങ്കിൽ ഈ ഭൂമി എത്ര ശാന്തവും സുന്ദരവുമായേനെ. നിങ്ങൾ കരുതുന്നു ഞാനൊരു നാടകനാണെന്ന്. പക്ഷേ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുമുണ്ട്. അതിലേക്ക് നിങ്ങളും കൂടെ വായോ. നിങ്ങളും അതിൽ ഒരുവനായി നിങ്ങളും ഇനി വരിക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ അടുത്ത സ്റ്റാൻസിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്ത് നമ്മൾ ഒന്നും തന്നെ കൊണ്ടുവരുന്നുമില്ല, കൊണ്ടുപോകുന്നുമില്ല. നമ്മൾ ഒന്നിനെയും പൊസസ് ചെയ്യുന്നില്ല. നമ്മൾ ആർത്തികളിൽ നിന്ന്, ഓക്കെ, ഒന്നിനോട് നമുക്ക് എന്ത് അമിതമായ ആഗ്രഹമില്ലാതിരിക്കുക. അത് നമ്മളുടെ സാഹോദര്യത്തെ വളർത്തും, നമ്മളുടെ ചേർച്ചയെ വളർത്തും, നമ്മളുടെ ഒത്തൊരുമയെ ഉണ്ടാക്കും. സോ ഇതിനെയൊക്കെ പറ്റി പറയും. വീണ്ടും അദ്ദേഹം പറയാണ്, നിങ്ങൾ കരുതുന്ന പോലെ ഞാനൊരു സ്വപ്നാടകനല്ല. ഞാൻ പലരിൽ ഒരാളാണ്. നാളെ നിങ്ങളും എൻ്റെ കൂടെ വന്നു ചേരുക തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഈ ലോകത്തിൻ്റെ ഉന്നതിക്കായിട്ട്. സോ ഇതാണ് ഈ പോയത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ഈ പോയത്തിൻ്റെ ഒരു അന്തസത്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അന്നേരം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഒരു പോയത്തിനെ വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത്രയത്തിൻ്റെ കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പോയം കാണിച്ചതിന് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. So imagine there is no heaven, it is easy if you try. No hell below us, above us. Blue sky, imagine all the people living for today. I. നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഇമാജിൻ. ഈ ഇമാജിൻ എന്നുള്ള വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇമാജിൻ, ഇമാജിൻ. അദ്ദേഹം പറയാണ്, ഇമാജിൻ ദർ ഇസ് നോ ഹെവൻ. നിങ്ങൾ ചിന്തിക്കൂ, ഈ ഭൂമിയിൽ സ്വർഗമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് യു ട്രൈ, നോ ഹെൽ ബിലോ അസ്. അതുപോലെ ഭൂമിക്ക് താഴെ നരകമൊന്നുമില്ല, ഒന്ന് പറയുന്ന ഒരു കാര്യമില്ല എന്നുണ്ടെങ്കിൽ, only sky, imagine all people living for today.
ഇല്ലേ? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ? അയ്യോ! നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോവോ? നരകത്തിൽ പോവോ? ഇങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സിന്നുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ അദ്ദേഹം പറയാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഇന്നുകളിലാണ്. നാളെയുമില്ല, ഇന്നലകളിലുമില്ല. ഇല്ലേ? നമുക്ക് മുകളില് സ്വർഗവുമില്ല, താഴെ നരകവുമില്ല. നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയിലാണ്, ഇന്നുകളിലാണ്, പ്രസന്റിലാണ്. നിങ്ങൾ അതുകൊണ്ട് ഇന്നത്തേതിന് വേണ്ടി നിങ്ങൾ ജീവിക്കൂ. അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്. Imagine there is no countries. It is in hard to do, nothing to kill or die for. And no religion to imagine all the people living life in peace. You. അദ്ദേഹം സെക്കൻഡായിട്ട് പറയാണ്. Imagine there is no countries. It isn't hard to do. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ഭൂമിയായിട്ട് കിടക്കുകയാണ്. ഇതിനെ ഒരിക്കലും ഒരു ഭൂഖണ്ഡങ്ങളായിട്ടോ അല്ലെങ്കിൽ കുറച്ച് രാജ്യങ്ങളായിട്ടോ വെട്ടിമുറിക്കപ്പെട്ടിട്ടില്ല. ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നത്തിങ് ടു കിൽ ഓർ ഡൈ ഫോർ യു. നിങ്ങളെ ഒന്നിനു വേണ്ടിയിട്ടും വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള യുദ്ധങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് കയ്യേറുന്നില്ല. And no religion to imagine all the people living life in peace. അതുപോലെ മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും രാഷ്ട്രത്തിന്റെ പേരിലും ഒരു ചേരിതിരിവുമില്ലാതെ മനുഷ്യൻ സമാധാനമായി സ്വസ്ഥമായി ജീവിക്കുന്ന കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിന് എന്തൊക്കെ വേണ്ട? കൺട്രീസിന്റെ ബൗണ്ടറീസും വേണ്ട, അതുപോലെ തന്നെ റിലീജിയന്റെ ചട്ടക്കൂടുകളും വേണ്ട. ഇത് രണ്ടും ഒഴിവാക്കിയാൽ പോലും നമുക്ക് എന്ത് കിട്ടും? പീസ് കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. യു മേ സേ ഐ ആം എ ഡ്രീമർ, ബട്ട് ഐ ആം നോട്ട് ദ only one. I hope someday you will join us and the world will be as one. അദ്ദേഹം പറയാണ്, ബട്ട് യു മേ സേ ഐ ആം എ ഡ്രീമർ. നിങ്ങൾ ഒരു സ്വപ്നാടകനാണ്. നിങ്ങൾ ചുമ്മാ ചിന്തിച്ചു കൂട്ടുകയാണ്. ബട്ട് ഐ ആം നോട്ട് ദ only one. പക്ഷെ അദ്ദേഹം പറയാണ്, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാൻ മാത്രമല്ല സ്വപ്നാടകൻ. എന്നെപ്പോലെ ഈ സ്വതന്ത്രമായ ഈ ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമാധാനപരമായ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഐ ഹോപ്പ് സം ഡേ യു വിൽ ജോയിൻ എസ്. എനിക്ക് ഉറപ്പുണ്ട് ഒരു നാൾ നിങ്ങൾ എന്നോടൊപ്പം അവിടെ ജോയിൻ ചെയ്യുമെന്ന്. ആൻഡ് ദ വേൾഡ് വിൽ ബി ആസ് വൺ. അന്ന് ഈ ലോകം നമ്മളെല്ലാം ഈ ലോകത്ത് നമ്മളെല്ലാം ഒരേപോലെ ആയിരിക്കും. സമത്വവും സമാധാനവും കാംക്ഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ. ഇമാജിൻ നോ പൊസഷൻസ്. ഐ വണ്ടർ ഇഫ് യു ക്യാൻ. നോ നീഡ് ഫോർ ഗ്രീഡ് ഓർ ഹങ്കർ. A brotherhood of man. Imagine all the people sharing all the word you. നെക്സ്റ്റ് അദ്ദേഹം പറയാണ്, ഇമാജിൻ നോ പൊസഷൻസ്. ഐ വണ്ടർ ഇഫ് യു ക്യാൻ. നമ്മൾ യാതൊന്നും തന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നില്ല. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് യാതൊന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. ഈ ഭൂമിയിൽ നീ സമ്പാദിച്ചതെല്ലാം തന്നെ പൊസഷൻസ്, നമ്മളുടെ വെൽത്ത്. ഇവിടെ ഈ പൊസഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പൊസസീവ്നെസ് ആണ്, നമ്മുടെ ഈഗോയാണ്. നമ്മൾ നേടിയ അറിവ്, സമ്പാദ്യം, നമ്മളുടെ മക്കൾ എല്ലാം നമ്മുടെ പൊസഷൻ ആണ്. ഇതൊന്നും നമ്മൾക്കില്ല എന്ന് നീ ധരിക്കുക. നോ നീഡ് ഫോർ ഗ്രീഡ് ഓർ ഹങ്കർ. ഒന്നിനും വേണ്ടിയിട്ട് നീ ആർത്തി പിടിക്കരുത്. നീ നിന്റെ കൂർമ്മ ബുദ്ധിയോടുകൂടി നീ ചിന്തിക്കരുത്. നീ ആർത്തി പിടിച്ച വിശപ്പോടുകൂടി നീ ഒന്നിനെയും ആഗ്രഹിക്കരുത്. എ ബ്രദർഹുഡ് ഓഫ് മാൻ. എക്സെപ്റ്റ് എ ബ്രദർഹുഡ് ഓഫ് മാൻ. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നീ ആഗ്രഹിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് നീ കാംക്ഷിക്കേണ്ടത്? അത് സാഹോദര്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. അത് ബ്രദർഹുഡിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. ഇമാജിൻ ഓൾ ദ പീപ്പിൾ ഷെയറിങ് ഓൾ ദ വേൾഡ്. നീ എന്തിനെ പറ്റി ചിന്തിക്കണം? എല്ലാ ജനങ്ങളും തുല്യതയോടുകൂടി ഈ ലോകം പങ്കിടുന്ന ആ ഒരു അവസരത്തിനെ പറ്റി നീ ചിന്തിക്കണം. അവിടെ നീ നിന്നെയും കാണണം. അതിനു വേണ്ടിയിട്ട് മാത്രമേ നീ ആർത്തി പിടിച്ച് ചിന്തിക്കാവൂ, പ്രവർത്തിക്കാവൂ. അല്ലാതെ നിന്റെ ഈ പൊസഷൻസിന് വേണ്ടിയിട്ട്, നിന്റെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നിന്റെ വെൽത്ത് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അതിനെക്കുറിച്ച് ഒന്നും തന്നെ നീ വറീഡ് ആകരുത്. നീ ഗ്രീഡി ആകരുത്. നീ എന്തിനു വേണ്ടിയിട്ട് മാത്രമേ ഗ്രീഡ് പുലർത്താവൂ? ബ്രദർഹുഡിന് വേണ്ടിയിട്ട്. ആ ബ്രദർഹുഡ് കൊണ്ട് ഒരു കാര്യമുണ്ടാകണം. അത്
എന്താണ്? യു, വി ആൻഡ് ഐ, ഓൾ ഓഫ് us have to share the world in a peaceful manner. യു മേ സേ ഐ ആം എ ഡ്രീമർ. നീ ഇപ്പൊ കരുതുന്നുണ്ടാകും ഞാനൊരു ഡ്രീമർ ആണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, തേർഡ് സ്റ്റാൻസിൽ കണ്ട വരികളുടെ ഒരു റെപ്പറ്റീഷൻ ആണ് ഇവിടെ വരുന്നത്. ഇതിനെ നമ്മൾ റെഫ്രൈൻ എന്ന് പറയുന്നു. പക്ഷേ തേർഡ് സ്റ്റാൻസയും ഫിഫ്ത്ത് സ്റ്റാൻസയും തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നോക്കാം. യു മേ സേ ഐ ആം എ ഡ്രീമർ ബട്ട് ഐ ആം നോട്ട് ദ ഓൺലി വൺ. നിങ്ങൾ പറയും ഞാനൊരു സ്വപ്നാടകനാണെന്ന്. പക്ഷേ ഞാൻ ആ, ഞാൻ മാത്രമല്ല അങ്ങനെ സ്വപ്നം കാണുന്നവൻ. ഐ ഹോപ്പ് സം ഡേ യു വിൽ ജോയിൻ അസ്. അല്ലേ, ഒരു ദിവസം എനിക്കുറപ്പുണ്ട് നീ എൻ്റെ കൂടെ ഞങ്ങളിൽ ഒരാളായി ജോയിൻ ചെയ്യുമെന്ന്. അത്രയും വരെ അത് കറക്റ്റാണ്. നീ നോക്കാം. ആൻഡ് ദ വേൾഡ് വിൽ ലീവ് ആസ് വൺ. ആൻഡ് ദ വേൾഡ് നോക്കുക, തേർഡ് സ്റ്റാൻസിൽ കിടക്കുന്ന ആൻഡ് ദ വേൾഡ് വിൽ ബി എസ് വൺ. ആ അന്ന് ലോകം നമ്മളിലേക്ക് ഒതുങ്ങും അല്ലെങ്കിൽ നമ്മളായി മാറും എന്ന് പറയുന്നു തേർഡ് സ്റ്റാൻസി. പക്ഷെ ഫിഫ്ത്ത് സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ആൻഡ് ദ വേൾഡ് വിൽ ലീവ് അസ് വൺ. അന്ന് ഈ ലോകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കും, അല്ലെങ്കിൽ സാഹോദര്യത്തോടുകൂടി സമത്വത്തോടുകൂടി, ഈ കറുത്ത വർഗ്ഗക്കാരനെന്നോ വെളുത്ത വർഗ്ഗക്കാരനെന്നുള്ള വിവേചനമില്ലാതെ, സമ്പത്തിൻ്റെയും സ്റ്റാറ്റസിൻ്റെയും അധികാര പരിധികളില്ലാതെ, റിലീജിയൻ്റെ ബൗണ്ടറീസ് ഇല്ലാതെ, അതുപോലെ തന്നെ കൺട്രീസിൻ്റെ ബൗണ്ടറീസ് ഇല്ലാതെ നമ്മളെല്ലാവരും സാഹോദര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരു നാൾ കടന്നു വരുമെന്ന് അദ്ദേഹം പറയുന്നു. അന്നേരം ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഫോർത്ത് തേർഡ് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈൻ ആൻഡ് ദ വേൾഡ് വിൽ ബി എസ് വൺ. ഫിഫ്ത്ത് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈൻ ആൻഡ് ദ വേൾഡ് വിൽ ലീവ് എസ് വൺ. വിൽ ബി ലീവ് എസ് വൺ എന്നുള്ള വിൽ ലീവ് എസ് വൺ എന്നാക്കി ചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു സമ്മറി ഈ പോയത്തിനെ പറ്റി പറയുന്നത്. പോയം എഴുതിയിരിക്കുന്നത് ഫേമസ് പോയറ്റും ലിറിസിസ്റ്റുമായിട്ടുള്ള ജോൺ ലെനൺ ആണ്. അദ്ദേഹത്തിൻ്റെ ബീറ്റിൽസ് ക്ലബിൻ്റെ പ്രമുഖ അംഗവും കൂടിയായിരുന്നു അദ്ദേഹം. സോ അവരിൽ നിന്നൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള പോയം എഴുതിയത്. അതുപോലെ തന്നെ ഈ പോയം കാറ്റഗറി വരുന്ന ഇൻസ്ട്രക്ഷണൽ പോയംസ് എന്നുള്ള കാറ്റഗറിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് 1971 വിയറ്റ്നാം യുദ്ധം നടക്കുന്ന ടൈമിൽ, വിയറ്റ്നാം യുദ്ധത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന്റെ മാനസികമായും ശാരീരികമായും അദ്ദേഹത്തിനെ വിയറ്റ്നാം യുദ്ധം ഒരുപാട് മുറിവേൽപ്പിക്കുകയുണ്ടായി. സോ അതുമായി ബന്ധപ്പെട്ട് എഴുതിയ പോയമാണ് ഈ ഇമാജിൻ എന്ന് പറയുന്ന പോയം എന്ന് കരുതപ്പെടുന്നു. ബൗണ്ടറീസിനും ലൊക്കേഷനും അപ്പുറത്തേക്ക് സാഹോദര്യത്തെ വളർത്തുക എന്നുള്ളതായിരുന്നു ഈ പോയത്തിന്റെ ഉദ്ദേശം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം.